നമ്മളീ പോകുന്നത് പഞ്ചപ്പള്ളി ഡാമിലേക്കാണ്. തമിഴ്നാട്ടിലെ ധർമ്മപുരി ഡിസ്ട്രിക്റ്റിലാണ് ഈ പഞ്ചപ്പള്ളി ഡാം. പഞ്ചപ്പള്ളി എന്ന് പറയുന്നത് ധർമ്മപുരി ഡിസ്ട്രിക്റ്റിലെ ഒരു സ്മോൾ വില്ലേജാണ്. ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ആദ്യം നമ്മൾ എത്തിയത് ആനക്കലാണ്. അവിടെ നിന്ന് നമ്മൾ തളി എത്തി. തളിയിൽ നിന്ന് തേൻകനിക്കോട്ട വഴിയാണ് നമ്മൾ ഈ പഞ്ചപ്പള്ളി ഡാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ ഗ്രാമങ്ങളും കൃഷിസ്ഥലങ്ങളും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഗ്രീനറിയും കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ പോകുന്നത്. ഒരുപാട് ബൈക്കേഴ്സ് റൈഡ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത്. ഈ പഞ്ചപ്പള്ളി ഡാമിലേക്കായിട്ട് റൈഡുകൾ ഒത്തിരി കാണുന്നുണ്ട്. അതുപോലെ നല്ല റോഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ട് വരാൻ നല്ല രസമായിരിക്കും, പ്രത്യേകിച്ച് ബൈക്കിൽ. അപ്പോൾ ഈ സ്ഥലം ഒരു മസ്റ്റ് വിസിറ്റ് സ്ഥലം എന്നേ ഞാൻ പറയത്തുള്ളൂ. ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആനക്കൽ വഴി തളി എത്തി അവിടെ നിന്ന് തേൻകനിക്കോട്ട വഴിയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. വൺ സൈഡ് നമുക്കൊരു 80-82 കിലോമീറ്ററോളം വന്നിട്ടുണ്ട്. ഫൈനലി നമ്മൾ പഞ്ചപ്പള്ളി ഡാമിൽ എത്തിയിരിക്കുകയാണ്. ചിന്നാർ റിവറാണ് ഈ കാണുന്നത്. ചിന്നാർ റിവറിന് കുറുകെയാണ് ഈ പഞ്ചപ്പള്ളി ഡാം പണികഴിപ്പിച്ചിരിക്കുന്നത്. 1977 ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ധർമ്മപുരി ഡിസ്ട്രിക്റ്റിലെ ആളുകളുടെ കുടിവെള്ളത്തിൻ്റെ ഒരു മെയിൻ സോഴ്സാണ് ഈ ഡാമിലെ വെള്ളം. കുടിവെള്ളത്തിന് മാത്രമല്ല, ഫാമിംഗ് ആവശ്യങ്ങൾക്കും അവർ ഈ വെള്ളം തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് വേനൽക്കാലത്ത്. കഴിഞ്ഞു. താഴേക്ക് പോണ അവര് ഗ്രാസ് കഴിക്കാൻ പോവാ. അതിന്റെ ഇടയ്ക്കുണ്ടോ ഒരു കിണർ. കാറ്റടിച്ചിട്ടുണ്ടല്ലോ, ഇത് പിടിക്കാൻ പോലും പറ്റുന്നില്ല, ക്യാമറ പിടിക്കാൻ പോലും പറ്റുന്നില്ല. കുറച്ച് ബൈക്കേഴ്സൊക്കെ എത്തിയിട്ടുണ്ട്. ഈ ഡാമിൽ ഏതാണ്ട് 50 അടിയോളം വെള്ളം കളക്ട് ചെയ്യാൻ പറ്റും. മഴക്കാലത്ത് ഈ കാണുന്ന മലകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളവും അതുപോലെ തേൻകനിക്കോട്ട അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളവുമാണ് ഈ ഡാമിൽ കളക്ട് ചെയ്യുന്നത്. ഇപ്പോൾ വെള്ളം തീരെ കുറവുള്ള സമയമാണ്. ഏതാണ്ട് ഒരു നവംബർ-ഡിസംബർ സമയത്ത് വരുവാണെങ്കിൽ ഈ ഡാം ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല, ഈ ഗേറ്റ് അടച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഡാമിൻ്റെ അകത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അത് തുറന്നിരിക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കാഴ്ചകൾ കിട്ടും. നല്ലൊരു ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയ സ്ഥലമാണ്. അതുപോലെ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് നല്ല ഗ്രീനറി, നല്ല കാറ്റുമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സ്ഥലം മിസ്സാക്കണ്ട. നവംബർ നമുക്ക് ഒന്നും കൂടി വരാം ഈ സ്ഥലം എങ്ങനെ ഇരിക്കുമെന്ന് കാണാൻ.